പാമ്പിനെ സ്വപ്നം കണ്ടാൽ ദുഷ്ടനും കോപിനുമായ ശത്രുവാണ് ഉദ്ദേശം. തൻ്റെ വീട്ടിൽ പാമ്പുണ്ട് എന്നൊരാൾ സ്വപ്നം കണ്ടാൽ വീട്ടിൽ തന്നെ തനിക്കൊരു ശത്രുവുണ്ട് എന്ന് സാരം. കാട്ടിലൊരു പാമ്പുണ്ട് എന്നൊരാൾ സ്വപ്നം കണ്ടാൽ അന്യനായ ഒരു ശത്രുവിനെ സൂചിപ്പിക്കുന്നു. താൻ പാമ്പുമായി പോരാടി എന്ന് കണ്ടാൽ ശത്രുവുമായി വഴക്കിടും എന്നാണർത്ഥം. പാമ്പ് തന്നെ പരാജയപ്പെടുത്തി എന്ന് സ്വപ്നം കണ്ടാൽ ശത്രുവിനെതിരെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നാണർത്ഥം. പാമ്പ് തന്നെ കടിച്ചു എന്ന് കണ്ടാൽ ശത്രുവിൽ നിന്നും അവന് നഷ്ടം സംഭവിക്കും എന്നാണർത്ഥം. പാമ്പിനെ കൊന്നു എന്നൊരാൾ സ്വപ്നം കണ്ടാൽ ശത്രുവിനെ പരാജയപ്പെടുത്തും എന്നാണർത്ഥം. പാമ്പിൻ്റെ മാംസം തിന്നു എന്നൊരാൾ സ്വപ്നം കണ്ടാൽ ശത്രുവിൻ്റെ സ്വത്ത് തിന്നുകയും ദുഃഖവും സന്തോഷവും കാണുകയും ചെയ്യും എന്നാണർത്ഥം. പാമ്പ് തന്നോട് ദേഷ്യത്തോടെയും വേഗത്തിലും സംസാരിച്ചതായി കണ്ടാൽ ശത്രു അവനെ പരാജയപ്പെടുത്തും എന്നാണർത്ഥം. ചത്ത പാമ്പിനെ സ്വപ്നം കണ്ടാൽ അതിനർത്ഥം അള്ളാഹു എല്ലാവിധ തിന്മകളെയും ആപത്തുകളെയും അവനിൽ നിന്ന് ദൂരീകരിക്കും എന്നാണ്. അവനൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. പാമ്പ് തന്നെ പിന്തുടരുന്നു എന്ന് കണ്ടാൽ അവന് മഹത്വവും പദവിയും ലഭിക്കും. പാമ്പ് തന്നിൽ നിന്നും ഓടിപ്പോയെന്നും അതിനെ പിടികൂടാൻ കഴിഞ്ഞില്ലെന്നും സ്വപ്നം കണ്ടാൽ ശത്രു ദുർബലനാണ് എന്നാണർത്ഥം. പച്ച നിറത്തിലുള്ള പാമ്പിനെ കണ്ടാൽ ശത്രു മതനിഷ്ഠയും വിശ്വസ്തതയും ഉള്ള ആളാകും എന്നാണർത്ഥം. മറ്റു പാമ്പുകളോടൊപ്പം കറുത്ത പാമ്പിനെ കൂടി കണ്ടാൽ അത് സൈന്യത്തെ സൂചിപ്പിക്കുന്നു. മഞ്ഞ നിറത്തിലുള്ള പാമ്പിനെയാണ് കണ്ടതെങ്കിൽ ശത്രു രോഗബാധിതനാണെന്ന് മനസ്സിലാക്കാം. ചുവന്ന പാമ്പിനെയാണ് കണ്ടതെങ്കിൽ അവൻ്റെ ശത്രു ആർഭാടപ്രിയനും സുഖലോലുപനുമാണെന്ന് സൂചന. സർപ്പത്തിന് ധാരാളം കാലുകളുണ്ടെന്ന് ഒരാൾ സ്വപ്നം കണ്ടാൽ അവൻ്റെ ശത്രു ശക്തനും ധീരനുമാണെന്നർത്ഥം. ധാരാളം സർപ്പങ്ങൾ തൻ്റെ മുമ്പിൽ ഒത്തുകൂടി തന്നെ ആക്രമിക്കുകയാണെന്ന് കണ്ടാൽ അവൻ്റെ ഒരുപാട് ബന്ധുക്കൾ അവൻ്റെ ശത്രുക്കളാകും എന്നാണർത്ഥം. പക്ഷേ അവർ മൂലം നഷ്ടമൊന്നും കാണുകയില്ല. പാമ്പുകളുടെ ശരീരത്തിൽ ശിരസ്സും ധാരാളം പല്ലുകളും ഉണ്ടെന്ന് കണ്ടാൽ അവൻ്റെ ശത്രു വഞ്ചകനും ദുർവൃത്തനുമാകും എന്നാണർത്ഥം. സർപ്പം തൻ്റെ മൂക്ക്, ചെവി, മലമൂത്രദ്വാരങ്ങൾ ഇവയിൽ ഒന്നിൽ കൂടി പുറപ്പെട്ടതായി സ്വപ്നം കണ്ടാൽ അവൻ്റെ പുത്രൻ അവൻ്റെ ശത്രുവായി തീരും. സർപ്പം തൻ്റെ വായിൽ കൂടി പുറപ്പെട്ടതായി കണ്ടാൽ തീരെ അനിഷ്ടകരമായ കാര്യം പറയും എന്ന് സാരം.